ഇടുക്കി പീരുമേട് പാമ്പനാറിൽ തെരുവ് നായയുടെ ആക്രമണം. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ 12 പേർക്കാണ് ഇവിടെ തെരുവ് നായയുടെ കടിയേറ്റത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി. ജെയിൻ, തെരുവനായെ കണ്ടിട്ട് പേവിഷബാധയൊക്കെ ഉള്ളതുപോലെ, കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതെ പിറകിൽ നിന്ന് വന്ന് കടിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ 12 പേരുടെ നില എങ്ങനെയാണ്? ഈ നായ ഇപ്പോൾ നിരീക്ഷണ വലയത്തിലുണ്ടോ? നായ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയത്താണ് 12ഓളം പേരെ ഈ തെരുവുനായ ആക്രമിച്ചത്. പാമ്പനാറിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഒരു തെരുവുനായ തന്നെ നിരവധി പേരെ കടിച്ചത്. 12 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരുടെ പരിക്ക് സാരമുള്ളതാണെങ്കിലും ഗുരുതരമായ പ്രശ്നം ഇതുവരെയില്ല. നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്നുകൂടി പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മൂർക്കത്തം വളവ് സ്വദേശി ശിവനിവാസിൽ സുന്ദരഗോപാലൻ, കല്ലാർ സ്വദേശി TK ബാബു, കുട്ടിക്കാനം സ്വദേശി സന്തോഷ്, കല്ലാർ സ്വദേശി മുരളി, റാണികോവിൽ സ്വദേശി ഓട്ടോ ഡ്രൈവറായ സിറാജുദ്ദീൻ, പാമ്പനാർ സ്വദേശി ഷൺമുഖ സുന്ദരം, പഴയ പാമ്പനാർ സ്വദേശി ജോൺ, റാണികോവിൽ സ്വദേശി ഉമ തുടങ്ങി 12ഓളം പേർക്കാണ് ഈ നായയുടെ കടിയേറ്റിരിക്കുന്നത്. ഈ നായയെ കണ്ടെത്താനുള്ള ശ്രമം അവിടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ അതിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നിലവിൽ ഈ നായയെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നേ ഉള്ളൂ. പിടികൂടിയാൽ മാത്രമേ ഇതിന് പേവിഷബാധ ഉണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ കഴിയും. ശ്രീജ. ശരി, ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. ആ പ്രദേശത്തു നിന്നുള്ള ഒരാളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. പ്ലംബിംഗ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലിക്കാരോടൊപ്പം. അപ്പോൾ അവർ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പുറകെ ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. നേരെ വന്ന് നമ്മളത് കടിക്കുകയാണ്. കടിച്ചപ്പോഴത്തേക്ക് അവനെ എല്ലാം അടിച്ചു മാറ്റി ഒളിച്ചു. ഇവിടെ ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു 4 പേരെ പഠിച്ച് 4 പേര് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. കല്ലാറ്റിലുള്ള ഒരാളെയും, പിന്നെ ഇവിടെ വണ്ടി കയറാൻ വന്ന ഒരു പെണ്ണിനെയും, പിന്നെ ഓട്ടോ ഓടിക്കുന്ന സിറാജ് എന്ന് പറഞ്ഞ പയ്യനെ, അങ്ങനെ ഒരു 4 പേരെയും, പിന്നെ കുട്ടിക്കാലത്തുള്ള ആൾക്കാരെ ഒരു 10-15 പേരെ ഓളം കടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിവ് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ ഈ പട്ടികളെ കാണുമ്പോൾ അവർക്ക് ബിസ്ക്കറ്റും സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഇവിടെ നിർത്തും. ഈ സാധനം പിന്നെ ഇവിടുന്ന് പോകാത്ത അവസ്ഥയാണ്. വരുന്നവർ സ്നേഹം കാണിക്കുന്നത് നാട്ടിൽ കിടക്കുന്ന പട്ടികളോടാണ്. പ്ലംബിംഗ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.